സംസ്ഥാനത്തെ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ മുഖ്യമന്ത്രി മന്ത്രിമാരും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മേഖലാ ആസ്ഥാനത്തിന് മുന്നിൽ സത്യാഗ്രഹ സമരം നടത്തി. മറ്റ് സമഗ്രമായ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സുനിൽ അരുമാനൂർ ചേരുന്നു. സുനിൽ, വിശദാംശങ്ങൾ. അരുൺ, രാവിലെ 10 മണിക്ക് ആരംഭിച്ച സത്യാഗ്രഹ സമരമാണ് അല്പം മുമ്പ് അവസാനിച്ചത്. അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പ്രസംഗം നടത്തിയിരുന്നു. ഇതിൽ വളരെ വ്യക്തമായി സംസ്ഥാന സർക്കാരിന്റെ നിലപാടുകൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. റിസർവ് ബാങ്കിന് സഹകരണ മേഖലയെ റിസർവ് ബാങ്ക് ഏറ്റെടുക്കണമെന്നുള്ള തരത്തിൽ BJP നടത്തുന്ന പ്രചരണത്തെയും അദ്ദേഹം പ്രസംഗത്തിൽ തുറന്നു കാണിച്ചു. സഹകരണ മേഖലയെ തകർക്കാനുള്ള നീക്കമാണ് BJP സർക്കാർ നടത്തുന്നത്. ഇത് ഒരു കാരണവശാലും അനുവദിക്കുകയില്ല. ഇന്ന് ഇവിടെ നടത്തിയിരിക്കുന്നത് ഒരു തുടക്കം മാത്രമാണ് ഈ സമരം. അതുപോലെ പിന്നാലെ വലിയ ശക്തമായ സമരങ്ങൾ തന്നെയായിരിക്കും ഇവിടെ വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ BJP നേതാക്കൾ അത് മുന്നിൽ കണ്ട് പ്രവർത്തിക്കണമെന്നാണ് പറയുന്നത്. സഹകരണ മേഖല കള്ളപ്പണക്കാരുടെ കേന്ദ്രമായി മാറിയിരിക്കുന്നു. ഇവിടുത്തെ നേതാക്കളുടെ കള്ളപ്പണമെല്ലാം സഹകരണ ബാങ്കുകളിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത് തുടങ്ങിയ ആരോപണങ്ങൾക്കും വളരെ വ്യക്തമായി തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകി. കുമ്മനം രാജശേഖരൻ ഇവിടുത്തെ സഹകരണ ബാങ്കുകളിലെ കണക്ക് പരിശോധിക്കാൻ തയ്യാറാകണം, അവിടെ കള്ളപ്പണമുണ്ടോ എന്ന് പരിശോധിക്കാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല, ഇത്തരത്തിൽ നുണ പ്രചരിപ്പിക്കുന്നത് ശരിയായ നിലപാടല്ല, അതൊന്നും ഇവിടെ വിലപ്പോവുകയില്ല, ഇവിടുത്തെ ജനങ്ങൾ ശക്തമായ രീതിയിൽ തന്നെ പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തുമെന്ന് പറഞ്ഞു. അതുപോലെ O രാജഗോപാലും അത്തരത്തിൽ സഹകരണ മേഖല കള്ളപ്പണത്തിന്റെ കേന്ദ്രമാണെന്ന് പറയുന്നു. ഇതൊന്നും ഇവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നതല്ല. പണ്ട് മുതൽക്കേ RSSകാരും BJPക്കാരും നുണ പ്രചരിക്കുന്നതിൽ റെക്കോർഡ് ഇട്ടവരാണ്. ആ പ്രചരണം തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് എന്നാണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള MPമാർക്ക് കേന്ദ്രമന്ത്രി ഉറപ്പ് നൽകിയിരിക്കുകയാണ്. സഹകരണ മേഖലയിലെ കാര്യത്തെക്കുറിച്ച് നടപടി സ്വീകരിക്കും എന്നാണ്. പക്ഷേ ആ ഉറപ്പ് പാലിക്കാൻ കേന്ദ്രമന്ത്രി തയ്യാറാകണം എന്നാണ് പിണറായി വിജയൻ ആവശ്യപ്പെട്ടത്. അല്ലാതെ ജനങ്ങളെ കബളിപ്പിക്കുന്ന തരത്തിലേക്ക് ഉറപ്പ് നൽകുന്ന രീതി ശരിയല്ല എന്നും അദ്ദേഹം പറഞ്ഞു. അതുപോലെ ഇവിടെ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ കേരളത്തിലെ മറ്റ് 18 മന്ത്രിമാരും ചേർന്ന് നടത്തിയ ഈ സമരത്തെ അനുകൂലിക്കുന്ന തരത്തിലുള്ള നിലപാടാണ് സുപ്രീം കോടതിയിൽ ഇന്ന് വന്നിരിക്കുന്നത്. സുപ്രീം കോടതി നടത്തിയ പരാമർശങ്ങൾ അതിന് തെളിവാണെന്നും അദ്ദേഹം സുപ്രീം കോടതിയുടെ പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ ഈ സമരവേദിയിൽ പ്രസംഗിക്കുകയുണ്ടായി. അതുപോലെ അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞത്, സംസ്ഥാനം ഉയർത്തിപ്പിടിച്ച പൊതുവികാരം എല്ലാ സംസ്ഥാനങ്ങളിലേക്കും വരാൻ പോവുകയാണ്. ഇത് ഈ സംസ്ഥാനത്തിൽ മാത്രമുള്ള വികാരമല്ല, എല്ലാ സ്ഥലത്തിലെയും ജനങ്ങൾക്ക് വരുന്ന ഒരു വികാരം തന്നെയാണ്. അതുകൊണ്ട് ഇവിടുത്തെ BJP നേതാക്കൾ ഇവിടെ നടത്തുന്ന ഈ സമരത്തിൽ ആശങ്കപ്പെടുകയും അതിനെ ആലോചിച്ച് അതിനെതിരെ പ്രചരണം നടത്തുകയും ചെയ്യേണ്ട കാര്യമില്ല. ഇനി രാജ്യം ഒട്ടാകെയുള്ള പ്രചരണത്തിലേക്ക്, ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളിലേക്കാണ് പോകാൻ പോകുന്നത്. ഇനി ഗുജറാത്തിൽ കർഷകർ തന്നെ പ്രക്ഷോഭ പരിപാടികളുമായി രംഗത്തെത്താൻ പോകുന്നു. ഇക്കാര്യങ്ങളെല്ലാം ഇവിടുത്തെ BJP നേതാക്കൾ അത് കാണേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ സമരത്തിന് പിന്തുണയുമായി എത്തിയ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എത്തിയവർക്കെല്ലാം തന്നെ അദ്ദേഹം നന്ദിയും പറഞ്ഞു. മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത്, ഈ രാജ്യത്ത് ഉയർന്നു വരുന്ന പ്രക്ഷോഭങ്ങൾ BJP നേതാക്കൾ കാണാൻ തയ്യാറാകണം. ഇത് ഒരു രാഷ്ട്രീയ വിഷയമല്ല, മറിച്ച് ഇവിടുത്തെ ജനങ്ങളുടെ കഷ്ടപ്പാടാണ് ഇവിടെ ഈ സമരമായി ഉയർന്നു വന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതിനോട് യോജിച്ച നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകും. യാതൊരു കാരണവശാലും ഇവിടുത്തെ സഹകരണ മേഖലയെ തകർക്കാൻ അനുവദിക്കുകയില്ല. അതിനെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. അത് ജനങ്ങളുടെ സമരമായി, ഈ ജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഈ സമരമായി മുന്നോട്ട് പോകുന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. തുടർ പ്രക്ഷോഭ പരിപാടികൾ ഏതായാലും 21-ന് സർവകക്ഷി യോഗം ചേരുന്നുണ്ട്. അതിനുശേഷമായിരിക്കും അത്തരം കാര്യങ്ങൾ തീരുമാനിക്കുക. വർഗ ബഹുജന സംഘടനകളുടെയും അതുപോലെ തന്നെ രാഷ്ട്രീയ കക്ഷി ഭേദമന്യുള്ള സംഘടനകളുടെയും ഒക്കെ അഭിവാദ്യം ഈ സത്യാഗ്രഹം നടക്കുന്ന ഓരോ ഘട്ടത്തിലും ഉണ്ടായി എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. അരുൺ, സുനിൽ അരുമാനൂരാണ് വിവരങ്ങൾ നൽകിയത്. സഹകരണ മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് സത്യാഗ്രഹ സമരത്തിൽ സംസ്ഥാനത്തെ മന്ത്രിമാർ രേഖപ്പെടുത്തിയത്. കേന്ദ്ര നയത്തിൽ മാറ്റം വരുത്തണമെന്ന് സഹകരണ മന്ത്രി AC മൊയ്തീൻ ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാരിന്റെ നോട്ട് പിൻവലിച്ചുള്ള തീരുമാനം സംസ്ഥാനത്തെ സമസ്ത മേഖലയും സാരമായി ബാധിച്ചിരിക്കുന്നുവെന്നും കേന്ദ്ര സർക്കാരിനെതിരെ ജനങ്ങളെ അണിനിരത്തുമെന്നും ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. ഇങ്ങനെ കേരളത്തിലെ പ്രാഥമിക സഹകരണ സംഘങ്ങളെ, സഹകരണ ബാങ്കുകളെ തകർക്കുന്നതിനുള്ള BJPയുടെ ഗൂഢാലോചന അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഈ ധർണയിലൂടെ പറയുന്നത്, എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികള്, ഇവിടുത്തെ ജനങ്ങള്, ഇവിടുത്തെ സർക്കാർ സംരക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുക. കേന്ദ്ര സർക്കാരിന്റെ നയത്തിൽ മാറ്റം വരുത്തണമെന്ന് സഹകരണ മന്ത്രി AC മൊയ്തീൻ ആവശ്യപ്പെട്ടു. ജില്ലാ ബാങ്കുകളും അതിന്റെ കീഴിലുള്ള 750-ൽ പരം വരുന്ന ശാഖകളിലും ഈ നോട്ട് കള്ളനോട്ടാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയുള്ള സംവിധാനം കേരളത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാണ് ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത്? മറ്റു മേഖലയിലില്ലാത്ത, മറ്റ് ബാങ്കിംഗ് മേഖലയിലില്ലാത്ത ഒരു തെറ്റായ പ്രവണതകളും കേരളത്തിലെ സഹകരണ മേഖലയിലെ ഗുണങ്ങളാണ് കൂടുതൽ. ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടിയാണ് BJP സർക്കാർ ചെയ്യുന്നതെന്ന് മന്ത്രി മാത്യു ടി തോമസ് പ്രതികരിച്ചു. കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കം 18 മന്ത്രിമാർ
ഈ സംസ്ഥാനത്തിലെ ജനങ്ങളുടെ വികാരം പ്രകടിപ്പിക്കുന്നതിന് കഴിഞ്ഞ നാളുകളിലെ മന്ത്രിസഭകളും മന്ത്രിമാരും ഒക്കെ സ്വീകരിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി മന്ത്രിസ്ഥാനങ്ങൾ ഞങ്ങൾക്ക് ആഭരണങ്ങളല്ല, ജനങ്ങളോടൊപ്പം നിൽക്കാനുള്ള അവസരങ്ങൾ മാത്രമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ സമരത്തിൽ പങ്കെടുക്കുന്നത്. കശുവണ്ടി മേഖലയിലടക്കം തൊഴിലാളികളെ കേന്ദ്ര തീരുമാനം സാരമായി ബാധിച്ചിട്ടുണ്ടെന്നായിരുന്നു മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയുടെ പ്രതികരണം. ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങൾക്കുള്ള അവകാശത്തെ നിഷേധിക്കാൻ രാജ്യം ഭരിക്കുന്ന ഒരു ഭരണാധികാരിക്ക് അവകാശമുണ്ടോ? കേന്ദ്രത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭവുമായി തന്നെ മുന്നോട്ടു പോകുമെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ വ്യക്തമാക്കി. നമ്മുടെ നാട്ടിലൊരു സാമ്പത്തിക അടിയന്തരാവസ്ഥ നിലനിൽക്കുകയാണ്. തികഞ്ഞ അരാജകത്വമാണ് രാജ്യത്ത് നിലനിൽക്കുന്നത്. മന്ത്രിമാരായ കടന്നപ്പള്ളി രാമചന്ദ്രൻ, എ കെ ശശീന്ദ്രൻ, കെ കെ ശൈലജ ടീച്ചർ, എ ടി ജലീൽ തുടങ്ങിയവരും കേന്ദ്ര തീരുമാനത്തിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ട് തുറന്നുകാട്ടുകയായിരുന്നു. പ്രഖ്യാപിച്ച കാര്യങ്ങൾ നടപ്പിലാക്കാൻ പരാജയപ്പെടുകയോ ബോധപൂർവം ഒഴിഞ്ഞു മാറുകയോ ചെയ്തതിനു ശേഷം കള്ളപ്പണ വേട്ടയ്ക്കെതിരെയുള്ള പ്രതിബദ്ധതയോടുകൂടിയ പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തുന്നത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നടത്തിയ അനാവശ്യമായ അഭ്യാസങ്ങളിൽ ഒന്നാണ് ഇപ്പോഴത്തെ ഈ നടപടി എന്ന് നമുക്ക് കാണേണ്ടതായി വരും. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സഹകരണ മേഖലയെ അസ്ഥിരമാക്കുന്ന ഒന്നിനോടും യോജിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സഹകരണ മേഖലയെ തകർക്കാനുള്ള തീരുമാനത്തിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്നും സഹകരണ മേഖലയെ രക്ഷിക്കാൻ ഏവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം സഹകരണ പ്രതിസന്ധിയിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ കൂടി ഉൾപ്പെടുത്തി CPIM ദേശീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് സീതാറാം യെച്ചൂരി വ്യക്തമാക്കി. എന്നാൽ മോദി തുഗ്ലക്കിന്റെ ആശാനാണെന്നും ജനങ്ങൾ മോദിയുടെ നെഞ്ചിൽ ചാപ്പ കുത്തുമെന്നും VS അച്യുതാനന്ദൻ പറഞ്ഞു. സംസ്ഥാനത്തെ സഹകരണ മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും റിസർവ് ബാങ്കിന് മുന്നിൽ നടത്തിയ സത്യാഗ്രഹ സമരത്തിൽ സംസാരിക്കുകയായിരുന്നു നേതാക്കൾ. സഹകരണ മേഖലയിലെ ബാങ്കുകളെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നടപടികളിൽ പ്രതിഷേധിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റു മന്ത്രിമാരും RBIക്ക് മുന്നിൽ സത്യാഗ്രഹ സമരം നടത്തിയത്. സഹകരണ മേഖലയെ തകർക്കുന്ന ഗൂഢലക്ഷ്യമാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിന് പിന്നിലെന്ന് സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു രാഷ്ട്രീയ ഗൂഢാലോചന ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായി വന്ന നടപടിയായിട്ട് മാത്രമേ ഇതിനെ കാണാൻ പറ്റൂ. കേരളത്തിന്റെ സഹകരണ മേഖലയെ രാഷ്ട്രീയ ദുഷ്ടലാക്കോടെ തകർക്കാൻ വേണ്ടി ഒരുമ്പെട്ട് വരുന്ന ശക്തികളെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അത് പൂർണ്ണമായും പരാജയപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തുഗ്ലക് ഭരണത്തിനെതിരെയുള്ള രാജ്യത്തെ ആദ്യ സമരമാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നതെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അഭിപ്രായപ്പെട്ടു. So as the CPIM, we have said that we are going to organize people's protests all over the country. We are demanding from the government that you did not make proper preparations till the alternative currency is available in the banking system. മോദി തലതിരിഞ്ഞ തീരുമാനം പിൻവലിക്കാൻ തയ്യാറാകണം. ഭ്രാന്തൻ തീരുമാനവുമായി മോദിയെ മുന്നോട്ടു പോകാൻ അനുവദിക്കുകയില്ലെന്ന് സത്യാഗ്രഹം അഭിസംബോധന ചെയ്ത ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ VS അച്യുതാനന്ദൻ വ്യക്തമാക്കി. നേരത്തെ തലതിരിഞ്ഞ പരിഷ്കാരം നടത്തുന്നവരെ തുഗ്ലക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ മോദി തുഗ്ലക്കിന്റെ പോലും ആശാനാകാനാണ് ശ്രമിക്കുന്നത്. ക്യൂവിൽ നിന്ന് നരകിക്കുന്ന സാധാരണ മനുഷ്യർ 2019 ഏപ്രിലിൽ തെരഞ്ഞെടുപ്പിനും ക്യൂ നിൽക്കും. അന്നവർ മോദിയുടെ നെഞ്ചത്തായിരിക്കും ചാപ്പ കൊത്താൻ പോകുന്നത് എന്നോർക്കണം. സഹകരണ മേഖലയെ തകർക്കാനുള്ള കേന്ദ്ര തീരുമാനങ്ങൾക്കെതിരെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് മന്ത്രിമാരും LDF കക്ഷി നേതാക്കളും പ്രതികരിച്ചത്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മുഖ്യമന്ത്രിയും സഹമന്ത്രിമാരും നടത്തുന്ന സത്യാഗ്രഹ സമരം തലസ്ഥാനം ഇന്നോളം കണ്ട ഏറ്റവും വലിയ ബഹുജന മുന്നേറ്റമായി പരിണമിക്കുകയാണ്. ജനകീയ നേതാക്കളുടെ സാന്നിധ്യം പ്രവർത്തകരിൽ വലിയ ആവേശമാണ് ഉണ്ടാക്കിയിരുന്നത്. രാവിലെ 10-ന് സമരം ആരംഭിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ ബഹുജനങ്ങൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മേഖലാ കേന്ദ്രത്തിന് മുന്നിലേക്ക് ഒഴുകിയെത്തി. പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ നിന്നും മുഖ്യമന്ത്രിയും സഹമന്ത്രിമാരും പ്രകടനമായി സമരകേന്ദ്രത്തിലേക്ക് പ്രവർത്തകരുടെ അകമ്പടിയോടെ എത്തി. സമരം കവർ ചെയ്യുന്നതിനായി ദേശീയ മാധ്യമങ്ങളടക്കം വൻ മാധ്യമ സംഘമാണ് തലസ്ഥാനത്തെത്തിയത്. 10:30 മുഖ്യമന്ത്രി യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മുഖ്യമന്ത്രി പിണറായി വിജയനെ ഷാളണിയിച്ച് ആദരിച്ചു. 10:45 ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ VS അച്യുതാനന്ദൻ സമരകേന്ദ്രത്തിലെത്തി സത്യാഗ്രഹികളെ അഭിവാദ്യം ചെയ്തു.
CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും മന്ത്രി മാത്യു ടി തോമസിനും പിന്നാലെ NCP നേതാവ് ഉഴവൂർ വിജയന്റെ പ്രസംഗം ജനക്കൂട്ടത്തെ ഇളക്കിമറിച്ചു. 95 വയസ്സ് പ്രായമുള്ള നരേന്ദ്രമോദിയുടെ അമ്മയെ പോലും വെയിലത്ത് കൊണ്ട് ഇരുത്തുക എന്ന് പറഞ്ഞാൽ പബ്ലിസിറ്റിക്ക് വേണ്ടി സ്വന്തം മാതാവിനെ പോലും, മാതാവിനോട് എന്താ പറഞ്ഞത്? ഗോ മാതാ, ഗോ മാതാ, ബാങ്കിന്റെ മുമ്പിലേക്ക് ഗോ ഗോ എന്ന് പറയേണ്ട ഒരവസ്ഥയിൽ ഈ നാടിനെ കൊണ്ടുവന്നെത്തിച്ച വ്യക്തിയല്ലേ നമ്മുടെ നരേന്ദ്രമോദി. ദുഷ്ടമൃഗത്തിൽ നിന്നും നാടിനെ രക്ഷിക്കാൻ പുലിമുരുകൻ ഇറങ്ങി തിരിച്ചതുപോലെ കേരള ജനതയെ രക്ഷിക്കാൻ ഇറങ്ങി തിരിച്ച പുലിമുരുകനാണ് സഖാവ് പിണറായി വിജയൻ എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ചെറു പ്രകടനങ്ങൾ തുടരുകയാണ്. ഇടവേളകളിൽ മന്ത്രിമാരടക്കമുള്ള നേതാക്കൾ ജനങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു. തലസ്ഥാനം ഇന്നോളം സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്ത വ്യത്യസ്തമായ സമരം ജനങ്ങളിൽ വലിയ ആത്മവിശ്വാസമാണ് ഉയർത്തിയിരിക്കുന്നത്. S. ജീവൻകുമാർ, തിരുവനന്തപുരം. നോട്ടുമാറ്റത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി. ജനം പരിഭ്രാന്തിയിലാണ് എന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ തർക്കിക്കരുത്. ബുദ്ധിമുട്ട് പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണം. പണമെടുക്കാനുള്ള പരിധി 2000 കുറച്ചതും ജനങ്ങളെ പ്രതിസന്ധിയിലാക്കി. നോട്ടുമാറ്റത്തിനെതിരെയുള്ള കേസുകൾ പരിഗണിക്കുന്നതിൽ നിന്നും ഹൈക്കോടതികളെ വിലക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ ആവശ്യം സുപ്രീം കോടതി തള്ളി. നോട്ടുമാറ്റത്തിനെതിരെ സമർപ്പിച്ച ഹർജികൾ പരിഗണിക്കവെയാണ് ചീഫ് ജസ്റ്റിസ് TS താക്കൂർ അധ്യക്ഷനായ ബെഞ്ച് കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം നടത്തിയത്. ജനം പരിഭ്രാന്തിയിലാണ് എന്ന കാര്യത്തിൽ ഇനി കേന്ദ്ര സർക്കാർ തർക്കിക്കരുത്. അവർക്കുണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കാൻ അടിയന്തര നടപടികളും പുതിയ മാർഗങ്ങളും കണ്ടെത്തണം. ജനങ്ങളെ പിഴിയുകയാണ് സർക്കാർ. ബുദ്ധിമുട്ടിക്കില്ലെന്ന് പറയുമ്പോഴും പുതിയ നിബന്ധനകളും നിയന്ത്രണങ്ങളും എന്തിന്? പിൻവലിക്കാൻ കഴിയുന്ന തുക 4500 രൂപയിൽ നിന്നും 2000 കുറച്ചത് ജനങ്ങളെ കൂടുതൽ വലച്ചു. കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ മുകുൾ റോത്തക്കിയാകട്ടെ വാദമുന്നയിച്ചത് നടപടികളെ എതിർക്കുന്നത് രാഷ്ട്രീയ പ്രേരിതം എന്നായിരുന്നു. തീവ്രവാദത്തിന് പണം ലഭിക്കുന്നത് തടയാൻ നോട്ടുമാറ്റത്തിലൂടെ കഴിഞ്ഞുവെന്നും അറ്റോർണി വാദിച്ചു. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ നടപടി മൂലം ഇതുവരെ 47 പേർ മരിക്കുകയും നിരവധി പേരുടെ ചികിത്സ നിഷേധിക്കപ്പെടുകയും ചെയ്തതായി ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ ചൂണ്ടിക്കാട്ടി. നിലവിലെ സാഹചര്യത്തിൽ 24 മണിക്കൂറും കേന്ദ്ര സർക്കാർ ഉണർന്നു പ്രവർത്തിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. പ്രതിസന്ധി പരിഹരിക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിച്ചുവെന്ന് 2 ദിവസത്തിനുള്ളിൽ വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. 21-ാം തീയതി കേസ് വീണ്ടും കേൾക്കും. നോട്ടുമാറ്റത്തിനെതിരെയുള്ള കേസുകൾ പരിഗണിക്കുന്നതിൽ നിന്നും ഹൈക്കോടതികളെ വിലക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ ആവശ്യവും സുപ്രീം കോടതി തള്ളി. അതേസമയം ഇന്ന് നോട്ടുമാറ്റത്തെക്കുറിച്ചുള്ള ഹർജിയിൽ വാദം കേട്ട പശ്ചിമബംഗാൾ ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചിട്ടുണ്ട്. ദിനംപ്രതി ചട്ടങ്ങൾ മാറ്റുന്നതിലൂടെ കേന്ദ്ര സർക്കാർ വേണ്ടത്ര മുന്നൊരുക്കം നടത്തിയിട്ടില്ലെന്ന് വ്യക്തമാവുകയാണെന്നായിരുന്നു ഹൈക്കോടതിയുടെ കുറ്റപ്പെടുത്തൽ. ന്യൂസ് ബ്യൂറോ, ദില്ലി. മഹാരാഷ്ട്ര മന്ത്രിയും BJP നേതാവുമായ സുഭാഷ് ദേശ്മുഖിന്റെ വാഹനത്തിൽ നിന്നും 91 ലക്ഷം രൂപ പിടികൂടി. അസാധുവാക്കിയ 1000-500 നോട്ടുകളാണ് പിടികൂടിയത്. ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ മന്ത്രിസഭയിലെ സഹകരണ വകുപ്പ് മന്ത്രിയായ സുഭാഷ് ദേശ്മുഖിന്റെ ഉടമസ്ഥതയിലുള്ള സ്വകാര്യ സ്ഥാപനത്തിലെ വാഹനത്തിൽ നിന്നുമാണ് അസാധുവാക്കിയ നോട്ടുകൾ ഒസ്മാനാബാദ് മുനിസിപ്പാലിറ്റി അധികൃതർ പിടികൂടിയത്. ദേശ്മുഖിന്റെ ഉടമസ്ഥതയിലുള്ള ലോക്മംഗൽ മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന കമ്പനിയിലെ വാഹനത്തിൽ നിന്നാണ് പണം കണ്ടെത്തിയത്. വാഹനത്തിലുണ്ടായിരുന്ന 2 കമ്പനി ജീവനക്കാരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദേശ്മുഖിനെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തി. സുഭാഷ് ദേശ്മുഖിനെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കണമെന്നും അറസ്റ്റ് ചെയ്യണമെന്നും NCP വക്താവ് നവാബ് മാലിക് ആവശ്യപ്പെട്ടു. സംസ്ഥാന BJP നേതാക്കന്മാരുടെ കഴിഞ്ഞ 6 മാസത്തെ ബാങ്ക് ഇടപാടുകൾ പരിശോധിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യമുന്നയിച്ചു. നോട്ടുകൾ അസാധുവാക്കാനുള്ള തീരുമാനം BJP നേതാക്കൾ നേരത്തെ അറിഞ്ഞിരുന്നുവെന്നും കോൺഗ്രസ് വക്താവ് സച്ചിൻ സാവത്ത് കൂട്ടിച്ചേർത്തു. നേരത്തെ ഒരു മഹാരാഷ്ട്ര MLAയുടെ സഹോദരന്റെ പക്കൽ നിന്നും 6 കോടി രൂപയുടെ അസാധുവാക്കിയ നോട്ടുകൾ പിടികൂടിയിരുന്നു. ന്യൂസ് ഡെസ്ക്. 50 ദിവസത്തിനകം പുതിയ നോട്ടുകൾ എത്തുമെന്ന സർക്കാർ അവകാശവാദം തെറ്റെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. അസാധുവായ പഴയ നോട്ടുകൾക്ക് പകരം പുതിയ നോട്ടുകൾ അച്ചടിക്കാൻ 6 മാസം കൂടി എടുക്കും. പുതിയ നോട്ടുകൾ പ്രചാരണത്തിൽ എത്തണമെങ്കിൽ ഏപ്രിൽ അവസാനം വരെ കാത്തിരിക്കേണ്ടി വരും. നിലവിലെ നോട്ട് പ്രതിസന്ധി പരിഹരിക്കാൻ 50 ദിവസത്തെ സമയമാണ് പ്രധാനമന്ത്രി രാജ്യത്തോട് ആവശ്യപ്പെട്ടത്. എന്നാൽ അസാധുവായ 500-1000 രൂപ നോട്ടുകളുടെ തുല്യമൂല്യത്തിൽ പുതിയ നോട്ടുകളുടെ അച്ചടി പൂർത്തിയാവാൻ 6 മാസം കൂടി കുറഞ്ഞതു വേണം. നോട്ടടിക്കുന്ന പ്രസ്സുകളുടെ ഉൽപാദനശേഷി കൂടി വിലയിരുത്തുമ്പോഴാണ് ഇക്കാര്യം വ്യക്തമാകുക. പശ്ചിമ ബംഗാളിലെ സൽബോനി, കർണാടകയിലെ മൈസൂരു എന്നിവിടങ്ങളിലാണ് 2000 രൂപ നോട്ടുകൾ അച്ചടിക്കുന്നത്. പുതിയ 500 രൂപ നോട്ടുകൾ അച്ചടിക്കുന്നത് മഹാരാഷ്ട്രയിലെ നാസിക്, മധ്യപ്രദേശിലെ ദേവാസ് എന്നിവിടങ്ങളിലും. ഈ പ്രസ്സുകളുടെ പരമാവധി ഉൽപാദന പരിധിയിൽ പ്രവർത്തനം നടത്തിയാലും 1 വർഷം 4000 കോടി നോട്ടുകളെ അച്ചടിക്കാനാകൂ.
500, 1000 രൂപ നോട്ടുകൾ അസാധുവാക്കപ്പെടുന്നതിന് മുമ്പ് പ്രചാരണത്തിലുണ്ടായിരുന്ന ആകെ നോട്ടുകളുടെ മൂല്യം 17.54 ലക്ഷം കോടി രൂപയാണ്. ഇതിൽ 45% 500 രൂപ നോട്ടുകളും 39% 1000 രൂപ നോട്ടുകളുമാണ്. 1000 രൂപയ്ക്ക് പകരം 2000 രൂപ വന്നതിനാൽ അത്രയും മൂല്യമുള്ള പകുതി, അതായത് 34 ലക്ഷം നോട്ടുകൾ അച്ചടിച്ചാൽ മതി. സെപ്റ്റംബർ മുതൽ പുതിയ നോട്ടുകളുടെ അച്ചടി തുടങ്ങിയെന്നാണ് സർക്കാർ അവകാശപ്പെട്ടത്. എങ്കിൽ പോലും ആവശ്യമായവ ഉൽപ്പാദിപ്പിക്കാൻ 6 മാസം കൂടി എടുക്കും. പിന്നീട് റിസർവ് ബാങ്ക് ശാഖകളിലേക്കും തുടർന്ന് പ്രധാന ബാങ്ക് കേന്ദ്രങ്ങളിലും ATMകളിലേക്കും എത്താൻ സമയം വീണ്ടും എടുക്കും. അതായത് പുതിയ നോട്ടുകൾ പ്രചാരണത്തിലെത്തണമെങ്കിൽ ഏപ്രിൽ അവസാനം വരെ കാത്തിരിക്കേണ്ടി വരും. ഡിസംബർ 31-നകം പ്രതിസന്ധി പരിഹരിക്കപ്പെടുമെന്നായിരുന്നു സർക്കാർ അവകാശവാദം. എന്നാൽ കൃത്യമായ ആസൂത്രണമില്ലാതെ നടപ്പാക്കിയ പദ്ധതിയുടെ ദൂഷ്യഫലം 6 മാസം കൂടി ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. കേരള ഹൈക്കോടതി പരിസരത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ഹൈക്കോടതി മന്ദിരത്തിന് 200 മീറ്റർ ചുറ്റളവിൽ പ്രകടനം, യോഗം, സംഘം ചേരൽ, ഉച്ചഭാഷിണിയുടെ ഉപയോഗം എന്നിവ നിരോധിച്ച് ജില്ലാ കളക്ടർ മുഹമ്മദ് സഫീറുള്ള ഉത്തരവിട്ടു. ക്രിമിനൽ നടപടി ചട്ടത്തിലെ 144 വകുപ്പ് പ്രകാരമുള്ള ഉത്തരവ് 2 മാസത്തേക്ക് പ്രാബല്യത്തിൽ ഉണ്ടായിരിക്കും. കേരള ഹൈക്കോടതിയുടെ ജൂലൈ 27 ഇടക്കാല ഉത്തരവിന്റെയും അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ഇക്കഴിഞ്ഞ 10 നൽകിയ കത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ജില്ലാ മജിസ്ട്രേറ്റ് എന്ന നിലയിൽ കളക്ടറുടെ ഉത്തരവ്. കൊച്ചി സിറ്റി പോലീസ് മേധാവിക്കും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കൂടിയായ കണയന്നൂർ തഹസിൽദാർക്കുമാണ് ഉത്തരവ് നടപ്പാക്കാനുള്ള ചുമതല. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സഹോദരൻ അബൂബക്കർ അന്തരിച്ചു. വൈക്കം തലയോലപ്പറമ്പിലായിരുന്നു അന്ത്യം. ഖബറടക്കം തലയോലപ്പറമ്പ് മൊഹുദ്ദീൻ ജുമാ മസ്ജിദിൽ നടന്നു. അരൂരിൽ ബൊലേറോ വാൻ കായലിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ കാണാതായ 5 പേരുടെയും മൃതദേഹം കണ്ടെടുത്തു. അരുക്കുറ്റി സ്വദേശിയും വാഹനത്തിന്റെ ഡ്രൈവറുമായിരുന്ന നിജാസ് അലി ഉൾപ്പെടെയുള്ളവരുടെ മൃതദേഹമാണ് കണ്ടെടുത്തത്. ഇന്ന് രാവിലെയാണ് തൂപ്പുംപടിക്ക് സമീപം പെരുമ്പടപ്പിൽ നിന്ന് നിജാസ് അലിയുടെ മൃതദേഹം കണ്ടെടുത്തത്. നേപ്പാൾ സ്വദേശികളായ 4 പേരുടെ മൃതദേഹങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടെടുത്തിരുന്നു. നേപ്പാൾ സ്വദേശികളായ മറ്റു 4 പേരെ അപകടമുണ്ടായ ബുധനാഴ്ച തന്നെ രക്ഷപ്പെടുത്തിയിരുന്നു. 9 പേരായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നത്. പീപ്പിൾ എക്സ്ക്ലൂസീവ് വെറ്റിനറി സർവകലാശാലയിലെ ഡോക്ടർ പി സുധീർ ബാബുവിന്റെ പ്രബന്ധം കോപ്പിയടിയാണ് എന്ന ആരോപണം കെട്ടിച്ചമച്ചതാണ് എന്ന് കണ്ടെത്തി. ഗാന്ധിഗ്രാം റൂറൽ സർവകലാശാല നടത്തിയ പരിശോധനയുടേതാണ് കണ്ടെത്തൽ. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സുധീർ ബാബുവിനെതിരായ നടപടികളും വെറ്റിനറി സർവകലാശാല പിൻവലിച്ചു. കേരള വെറ്റിനറി സർവകലാശാലയിലെ ഡയറി എഞ്ചിനീയറിംഗ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ സുധീർ ബാബു 2009 സർവകലാശാലയിൽ പ്രബന്ധം സമർപ്പിച്ചത്. എന്നാൽ 2014 വെറ്റിനറി സർവകലാശാല VC ആയിരുന്ന ഡോക്ടർ ബി അശോക് പ്രബന്ധം പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിൽ കോപ്പിയാണെന്ന് ആരോപിച്ചു. തുടർന്ന് സർവകലാശാലയിൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ 24% കോപ്പിയടിയാണെന്ന് തെളിഞ്ഞു. കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ പരാതിയുടെ 3-ാം ദിനം തന്നെ കേരള വെറ്റിനറി സർവകലാശാലയുടെ ബോർഡ് ഓഫ് സ്റ്റഡീസ്, റിസർച്ച് അഡ്വൈസർഷിപ്പ് എന്നിവയിൽ നിന്നും സുധീർ ബാബുവിനെ പുറത്താക്കി. തുടർന്ന് റിപ്പോർട്ട് ഗാന്ധിഗ്രാം റൂറൽ യൂണിവേഴ്സിറ്റിക്ക് വെറ്റിനറി സർവകലാശാല അയച്ചുകൊടുത്തു. ഗാന്ധിഗ്രാം സർവകലാശാല, IIM തിരുച്ചി, പോണ്ടിച്ചേരി, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദഗ്ധർ ഉൾപ്പെട്ട സമിതിയെ കൊണ്ട് പ്രബന്ധം വീണ്ടും പരിശോധിപ്പിച്ചു. എന്നാൽ പ്രസ്തുത ആരോപണങ്ങൾ വ്യാജമാണെന്നാണ് കണ്ടെത്തിയത്. കേരള വെറ്റിനറി സർവകലാശാലയുടെ റിപ്പോർട്ട് ഗാന്ധിഗ്രാം സർവകലാശാല തള്ളുകയും ചെയ്തു. തനിക്കെതിരായ ആരോപണം രാഷ്ട്രീയ പകപോക്കലായിരുന്നുവെന്ന് ഡോക്ടർ പി സുധീർ ബാബു ആരോപിച്ചു. 2009 സമർപ്പിച്ച ഒരു തീസിസിൽ 2014 300 ചില്ലുവാനം പേർ ഒരു സർവകലാശാലയിലുള്ളതിൽ ഒരാളുടെ മാത്രം ഗവേഷണ പ്രബന്ധം കണ്ടെത്തുന്നു. അതിൽ പ്രശ്നങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഒട്ടും ശരിയല്ലാത്ത നിലയിൽ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഗവേഷണ സമൂഹത്തെ പൊതുവിൽ അപമാനിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമായിട്ട് ഇതിനെ ഉപയോഗിക്കുന്ന രീതിയാണ് ഇതിൽ നമുക്ക് കാണാനാവുക. കോപ്പിയടി വിവാദം കെട്ടിച്ചമച്ചതാണെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ സുധീർ ബാബുവിനെതിരായ നടപടികളും കേരള വെറ്റിനറി സർവകലാശാലയുടെ ബോർഡ് ഓഫ് മാനേജ്മെന്റ് പിൻവലിച്ചു. ഷീജ, തിരുവനന്തപുരം.